ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസാരിക്കുന്നു. അതിലേക്ക് ആ ചുറ്റുപാടിൽ നാം കാണുന്ന വേറൊരു കാഴ്ച എന്താണ്? ഏതാനും മാസം മുമ്പാണ് പാർലമെൻറ്റിൻ്റെ പുതിയ ഒരു മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ആ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ സന്യാസിമാരുണ്ടായിരുന്നു. എല്ലാ ചടങ്ങുകളിലും ഇന്ന് സന്യാസിമാർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാറുണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ്. പക്ഷെ ആ ചടങ്ങിൽ സന്യാസിമാരെല്ലാം നോക്കി നിൽക്കുകയും സന്യാസിമാരെക്കാളും വലിയ ആളായി വേറൊരാളെ അവിടെ നാം കാണുകയുണ്ടായി. അത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി സന്യാസിമാരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹമാണ് ആദ്യത്തെ പൂജാ കർമ്മം നിറവേറ്റിയത്. ഇത് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ അവസ്ഥയാണ്. അധികാരവും വിശ്വാസവും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ സൂചനയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ചരിത്രത്തിൽ ഇത് പുത്തരിയല്ല. ലോകത്തും ഇന്ത്യയിലും നാം കണ്ടിട്ടുണ്ട് അധികാരം പലപ്പോഴും വിശ്വാസങ്ങളുമായി കെട്ടുപണയ്ക്കുന്ന ഈ കാഴ്ച. ചിലപ്പോൾ അധികാരത്തിൻ്റെ മറുപുറം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമേത് വിശ്വാസമേത് എന്ന് പോലും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ഇവ തമ്മിലുള്ള കൂടിച്ചേരൽ അത് ഇന്ന് ഇന്ത്യയിലെ സമൂഹ ജീവിതത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം വീണ്ടും ഓർക്കുന്നുണ്ട്, അയോധ്യയിൽ ഒരു ക്ഷേത്രമുണ്ടായി. ആ ക്ഷേത്രത്തിൻ്റെ ശിലാപൂജ നാം മറന്നുപോയിട്ടില്ല. ആ ശിലാപൂജാവേദിയിലും ഒരുപാട് സന്യാസിമാരുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് പറയാം 100 കണക്കിന്. അത്രയുമേറെ സന്യാസിമാർ നിരന്നിരുന്ന ആ വേദിയിൽ അവരെല്ലാം നോക്കി നിൽക്കെ നാം കണ്ട കാഴ്ച എന്താ? പ്രധാനപ്പെട്ട സന്യാസി വര്യൻ്റെ റോളിൽ ശിലാപൂജയുടെ മുഖ്യ പങ്ക് വഹിച്ചത് അധികാര കേന്ദ്രമായിരുന്നു. പ്രധാനമന്ത്രിയാണ് അവിടെയും ശില സ്ഥാപിച്ചതെന്ന കാര്യം നാം ഓർക്കുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? അധികാരത്തിൻ്റെ പുതിയ ആർത്തികളാണ്. ആ ആർത്തി എല്ലാത്തിൻ്റെ പേരിലും കൈവച്ച് അതിപ്പോൾ വിശ്വാസങ്ങളെയും പിടിക്കാൻ ശ്രമിക്കുകയാണ്. വിശ്വാസങ്ങളെ അത് പിടിക്കുന്നത് വിശ്വാസങ്ങളെ അടിപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ പോലും അതാണ് ശരിയെന്ന് വാദിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആ ചുറ്റുപാടിലാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുന്നതും കാണുന്നതും വായിക്കുന്നതും. ഈ സന്യാസി ശരിക്കു പറഞ്ഞാൽ പദവികളുടെ അധികാരത്തിൻ്റെ എല്ലാം പുറകെ പോകാൻ കൂട്ടാക്കാത്ത, എന്നാൽ മനുഷ്യനെ മാത്രം വലുതായിരിക്കേണ്ട ആ മനുഷ്യനോട് നന്നാകാൻ നിരന്തരം പറഞ്ഞ സന്യാസിയാണ്. ആ സന്യാസിയെ ഇന്ത്യയും ലോകവും ഇന്ന് വീണ്ടും വീണ്ടും വായിക്കേണ്ടതുണ്ട്. ആ സന്യാസികളുടെ ജീവിത മാർഗങ്ങളും ഉദ്ബോധനങ്ങളും പഠനങ്ങളും പാഠങ്ങളുമെല്ലാം നമ്മെ നയിക്കാൻ പര്യാപ്തമാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. മതത്തെയും വിശ്വാസങ്ങളെയും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ചവിട്ടുപടിയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ കാലഘട്ടം. അതിൻ്റെ ഭാഗമായി മതങ്ങളെ തന്നെ കീഴ്പ്പെടുത്തും വിധം ഒരു പുത്തൻ ദൈവത്തിൻ്റെ അവതാരം നമ്മിപ്പോൾ കാണുന്നുണ്ട്. ഏതാണ് ഈ പുത്തൻ ദൈവം? എല്ലാ മതങ്ങളും ദൈവത്തെപ്പറ്റി പറയുന്നുണ്ട്. എല്ലാ മതങ്ങളും. ഹിന്ദുമതമാകട്ടെ 30 മുക്കോടി ദൈവങ്ങളെപ്പറ്റി പറഞ്ഞ മതമാണ്. ആ മതം ഒരിക്കലും അതുകൊണ്ട് തന്നെ ഇടുങ്ങിയ മതമാകാൻ വയ്യ. പക്ഷെ ആ മതമാണ് ചിലപ്പോൾ ഇടുങ്ങിയ മതമാണെന്ന് ചില ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ആ മതത്തെയാണ് ചില ആളുകൾ അന്യ മതവിദ്വേഷത്തിൻ്റെ ഒരു മറയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. ഹിന്ദു മതത്തിൻ്റെ ഇത്തരം ചില യാഥാർത്ഥ്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്രയേറെ ദൈവങ്ങൾക്കിടം കൊടുത്ത ഒരു മതം പലപ്പോഴും അവിശ്വാസികളെപ്പോലും ഉൾക്കൊള്ളുവാൻ കൂട്ടാക്കാൻ തയ്യാറായ ഒരു സംസ്കാരത്തിൻ്റെ പുറകിൽ പങ്കുവഹിച്ച ഒരു മതം, ലോക സമസ്ത സുഖനുഭവന്തുവെന്ന് പറയാൻ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു മതം, ആ മതത്തിനകത്ത് ഇന്ന് കാണുന്ന പല പ്രവണതകളും ശരിക്കും പറഞ്ഞാൽ വളരെയേറെ മതവിരുദ്ധമായിട്ടുള്ള പല വാസനകൾക്കും നിമിത്തമായി പോകുന്നുണ്ട് എന്ന് ചിലപ്പോൾ മതവിശ്വാസികൾ പോലും ഭയപ്പെടുന്നുണ്ട്. ആ ചുറ്റുപാടിലാണ് നമ്മൾ മതങ്ങളെല്ലാം പറയുന്ന ദൈവങ്ങളെല്ലാം ഇരിക്കെ ആ ദൈവങ്ങളെയെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഒരു പുത്തൻ ദൈവത്തിൻ്റെ അവതാരം കാണുന്നത്. ആ ദൈവം ഏതാണ്? ആ ദൈവത്തിൻ്റെ പേര് ലാഭം അഥവാ പണം എന്നാണ്. ആ ദൈവത്തിനൊരു മതമുണ്ട്. ആ മതത്തിൻ്റെ പേര് ആർത്തി എന്നാണ്. ആർത്തി എന്ന പുതിയ മതം വന്നിരിക്കുന്നു. ആ മതം പണം അഥവാ ലാഭം എന്ന് പറയുന്ന പുത്തൻ ദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നു. ആ ദൈവത്തിന് വാഴുവാൻ വേണ്ടി അവരിപ്പോൾ ഒരു പുതിയ ദേവാലയം പണിയുന്നു. ആ ദേവാലയത്തിൻ്റെ പേര് കമ്പോളം എന്നാണ്. കമ്പോളം. കോടാനുകോടി രൂപ നിമിഷാർത്ഥം കൊണ്ട് ക്രയവിക്രയം ചെയ്യുന്ന അത്തരം കമ്പോളങ്ങളാണ് പുത്തൻ മതത്തിൻ്റെ ദേവാലയം. അവിടെയാണ് നാം ജീവിക്കുന്നത്.
ഇതിനെപ്പറ്റിയാണ് യഥാർത്ഥ മതവിശ്വാസികളെല്ലാം ചിന്തിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആർത്തിയെ മതമാക്കി മാറ്റിയത് ആരാണ്? ആരാണ് പണത്തെ ദൈവമാക്കി മാറ്റിയത്? ആരാണ് കമ്പോളത്തെ ദേവാലയമാക്കിയത്? ആ ചോദ്യങ്ങൾ ചോദിക്കാൻ മതങ്ങൾക്കെല്ലാം കഴിയാത്ത പക്ഷം മതങ്ങളെല്ലാം ഉള്ളുപൊള്ളയായ എന്തോ ഒന്നായി മാറുമെന്ന് ഉള്ള ആപത്ത് എല്ലാ മതങ്ങളെയും വെല്ലുവിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അധികാരം നാട് വിളിക്കുമ്പോൾ ചില മത അധ്യക്ഷന്മാർ അവർ വിരുന്നുണ്ണാൻ പോകുന്നത്. വിരുന്നുണ്ണാൻ പോകുമ്പോൾ അവർക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ നാക്കുമങ്ങാത്തതും ആ കാരണം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അധികാരവും മതവും തമ്മിലുള്ള അവിശുദ്ധ വീഴ്ചയുടെ ഈ കാലഘട്ടത്തിൽ മതത്തിൻ്റെ മൗലികമായ ധർമ്മങ്ങൾ മറന്നുപോകുന്ന മതമേധാവികൾ വിശ്വാസികളെ വഴിമാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വേളയിൽ സീതാരാമ ഒരു മതങ്ങൾക്കുള്ളിലെ നവീനതയുടെയും സമൂഹത്തിലെ വെളിച്ചത്തിൻ്റെയും പ്രതീകമായി നിൽക്കുവാൻ നമ്മോടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പാഠങ്ങൾ വീണ്ടും വായിക്കാൻ, പുനർവായിക്കാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരപൂർവ്വം തലകുനിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. 91ാമത് ശിവഗിരി